മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. കുടുംബജീവിതം കൂടുതൽ മാധുര്യകരമാക്കുവാനും വിശുദ്ധമാക്കുവാനും അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ജനിച്ച് സ്വർഗം നോക്കി നടക്കുവാനുമായി സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും വിശുദ്ധരുടെ ജീവിതങ്ങളും സഭയുടെ പ്രബോധനങ്ങളും വചനങ്ങളുമെല്ലാം ഏറ്റവും മാധുര്യപൂർവ്വം വിളമ്പുന്ന കുറച്ച് സമയം. അതാണ് മധുരമൊഴി. എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് ബഹുമാനപ്പെട്ട ഡെയ്സി മാത്യു. ഡെയ്സി ആൻറ്റിയാണ്. ആൻറ്റി ട്രിവാൻഡ്രംകാരിയാണ്. കൗൺസിലിംഗ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ആൻറ്റി സ്വാഗതം. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ള കുടുംബം ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ജോസ് ഡൊമിനിക്, എറണാകുളംകാരനാണ്. ജോസ് ഡൊമിനിക് ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ നിമ്മി ചേച്ചിയും. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ലിറ്റിൽ സ്റ്റാർ, നമ്മുടെ പ്രധാന താരം, ഇന്നത്തെ താരം കുട്ടായുടെ പേരെന്നെ ഉറക്കെ പറ, കേട്ടില്ല. ജോഷുവ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ജോഷുവ കുട്ടനാണ്. ജോഷുവയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ സംഭവം ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് കോട്ടയംകാരനായ പി യു തോമസ് ചേട്ടൻ. നവജീവനിലൂടെ ലോകമാസകലം അറിയപ്പെടുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പി യു തോമസ് ചേട്ടൻ. ചേട്ടനുണ്ടായ ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ തളർന്നു കിടക്കുന്ന കുഞ്ഞായിരുന്നു. അപ്പോൾ നാട്ടുകാരും പരിചയക്കാരും എല്ലാവരും ചോദിച്ചു, ചിലർ പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് മെൻ്റലിയും ഫിസിക്കലുമായിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ടായി? എല്ലാവരും ഒത്തിരി കണ്ണ് ചുരിച്ചും സംശയത്തോടെയൊക്കെയാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തെ നോക്കിക്കണ്ടത്. അപ്പോൾ പി തോമസ് ചേട്ടൻ കൊടുത്ത മറുപടിയായിരുന്നു ഏറ്റവും മനോഹരം. എല്ലാവരെയും അതിശയിപ്പിച്ചു. ഞാൻ ധ്യാനത്തിൽ വെച്ച് തോമസ് ചേട്ടൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടതാണ്. തോമസ് ചേട്ടൻ പറഞ്ഞു, സ്വർഗത്തിൽ കർത്താവിൻ്റെ മടിയിൽ തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. കർത്താവ് താഴെ ഭൂമിയിലേക്ക് നോക്കി, ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുക്കും? താഴെ ഒരു തോമസിനെ കണ്ടു. കർത്താവ് നേരെ ആ കുഞ്ഞിനെ തോമസിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഇതിപ്പോൾ നവജീവനിലെ തോമസിൻ്റെ കുഞ്ഞായി മാറി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ശാരീരികമോ മാനസികവുമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഒരു കുടുംബം സ്വീകരിക്കുന്നു? കാരണം പലപ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അറിയുമ്പോൾ തന്നെ ഒന്നുകിൽ അബോഷനോ ടെർമിനേഷനോ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അനാഥാലയങ്ങളിലോ വഴിയിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില നടപടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ ശാപങ്ങളായി കരുതുന്നവരുണ്ട്. അപ്പോഴാണ് ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും പരിശുദ്ധിയോടെ ദൈവം തന്ന സമ്മാനങ്ങളെന്ന് കരുതി സ്വീകരിക്കുന്ന കുടുംബങ്ങൾ. അതുപോലത്തെ ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് ജോഷുവ. സുഖമല്ലേ? അച്ഛനൊരു സമ്മാനം തരട്ടെ. തരാമോ? വന്നപ്പോൾ കൊണ്ടുവന്ന് മറന്നുപോയി. തരട്ടെ ജോഷുവ? അച്ഛനൊരു സമ്മാനം തരാം. അച്ഛൻ ജോഷുവ കുട്ടി തരാൻ പോകുന്ന സമ്മാനം കണ്ടോണം. കണ്ടാ, ഈശോ കുരിശും പിടിച്ചിരിക്കുന്ന അടിപൊളി രൂപ. 2 കൈക്കും മേടിക്കും. താങ്ക്സ് പറയാനുള്ള ഗോഡ് ബ്ലെസ് യു. പപ്പാടെ കൊടുത്തേര്. എന്നിട്ട് ജോഷോ കുട്ടി അവിടെ പോയിരുന്നു കേട്ടോ. ഈശോ കുമ്മ കൊടുത്തു. എടാ, അച്ഛനുമ്മില്ലേ ജോഷോ കുട്ട? അച്ഛനും സ്തുതി ഉമ്മയൊക്കെ താ. സ്തുതി ഈശോ മിശിഹായിക്ക് ഉമ്മതാ. താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം നമ്മൾ തുടങ്ങുന്നത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ശാരീരികമോ മാനസികവുമായ കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് ഗർഭാവസ്ഥയിലൊക്കെ അറിയുമ്പോൾ തന്നെ എപ്പോഴും വൈദ്യശാസ്ത്രം പറയുന്നത് അമ്മയ്ക്കോ ബുദ്ധിമുട്ടുണ്ടാവാം, കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുക. നിങ്ങൾക്ക് ജോഷുവയ്ക്ക് പ്രത്യേകിച്ച് കാലിന് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ജോഷുവ ഭൂമിയിലേക്ക് വരാനുണ്ടായ ആ ഒരു അവസ്ഥ ഒന്ന് പറയാമോ? അച്ഛാ, സത്യം പറഞ്ഞാൽ ഞങ്ങളിത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഞങ്ങളുടെ 4ാമത്തെ പുത്രനാണ്. നീ 4ാമത്തെ ആണല്ലേ? അപ്പോൾ പിന്നെ 3 ചേച്ചിമാരാണുള്ളത്. 3 ചേച്ചിമാർ 4ാമത് പ്രഗ്നൻ്റായി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു പ്രഗ്നൻസി പീരീഡിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. സ്കാനിങ്ങിലൊക്കെ അത് കർത്താവ് വളരെ മനോഹരമായിട്ട് മറച്ചു വെച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മനോഹരമായിട്ട് മറച്ചു വെച്ചു. കാരണം ഡീറ്റെയിൽ സ്കാനിങ്ങിൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കണ്ടിരുന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ യാതൊരു സ്റ്റെപ്പ് എടുക്കില്ല. കാരണം ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ അവനെ സ്വീകരിച്ചു. പക്ഷെ എന്നാലും ഉള്ളിൽ ചിലപ്പോൾ ഒരു വിഷമവും ഒക്കെ ആദ്യമൊക്കെ കയറിയിട്ട് ചിലപ്പോൾ കൊച്ചിനെ ബാക്കി അവൻ എന്തെങ്കിലും രീതിയിലൊക്കെ അവൻ്റെ ഫിസിക്കലി അവനെന്തെങ്കിലും മുറിവുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ആന്തരിക മുറിവുകൾക്ക് സാധ്യത ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഇല്ലാതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കുഞ്ഞ് പുറത്തു വന്നു. അപ്പം ഞങ്ങൾ 4ാമതും ഒരു പെൺകുഞ്ഞാണെങ്കിൽ
സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. മൂത്തത് 3 പെൺകുട്ടികളാണ്. മൂത്തത് 3 പെൺകുട്ടികൾ. ജോഷുവ, നീ വീട്ടിലെ വലിയ താരാണല്ലേ? അപ്പോ ഇവനാണ് താരം. ഇവനാണ് താരം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷ എടുക്കുമ്പോൾ ആ കുഞ്ഞാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി ഞങ്ങൾ എല്ലാവർക്കും മെസ്സേജുകൾ വിടുന്നു. എല്ലാവരും ഞങ്ങൾ ആശംസ അറിയിച്ചുകൊണ്ട് റിട്ടേൺ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ഒന്നകത്തേക്ക് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചു. സ്കാനിങ്ങിൽ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേ കുട്ടികളുടെ ഡോക്ടർ ചോദിച്ചു. ഞാനില്ല ഒന്നും. അപ്പം തന്നെ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പേടി വരാൻ തുടങ്ങി, എന്താണ് സംഭവം എന്നറിയാനായിട്ട്. അങ്ങനെ കൊച്ചിനെ ടർക്കി ഇങ്ങനെ തുറന്ന് ആ പുതപ്പ് മാറ്റി കാണിച്ചപ്പോൾ ഞാനൊന്ന് ഇതുവരെക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രംഗമാണ് കാണുന്നത്. കാര്യം ഇവന് അരക്ക് കീഴ്പോട്ട് ഒരു മൾട്ടിപ്പിൾ ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. ഹിപ്പിനും മുട്ടിനും ഫീറ്റിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ കാണുന്ന പോലെ ഒന്നല്ല ഇത്. ഇപ്പം ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ അവസ്ഥ. ആ രീതിയിലുള്ള ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ ചെയ്തത് ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ കണ്ണുനീരോടുകൂടി ആണെങ്കിലും ഞാൻ ഒന്ന് പകച്ചുപോയി ആദ്യം. കൊച്ചിൻ്റെ ആ ശാരീരിക അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് ഇനി എന്താണ് തമ്പുരാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ എന്നുള്ള രീതിയിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ തമ്പുരാൻ നന്ദി പറഞ്ഞു. ദൈവമേ, ദൈവത്തിന് ഈ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തമ്പുരാൻ ഞങ്ങൾക്ക് ഇവനെ തരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇവൻ അപ്പൻ്റെ മടിയിലായിരുന്നു സ്വർഗത്തിൽ. അപ്പോൾ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ കർത്താവിന് ഇവൻ വഴി എന്തൊക്കെയോ ഈ ലോകത്തിൽ ചെയ്യാനുണ്ട്, കുടുംബത്തിലും ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദൗത്യം കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാര്യം ആ ഒരു ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനായിട്ടുള്ള ഒരു ധൈര്യവും ഒരു ഒരുക്കവും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനൊരു ചോദിക്കുന്ന ചോദ്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ജോഷുവ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചേച്ചിമാരൊക്കെ എങ്ങനെ ജോഷുവയെ സ്വീകരിച്ചു? പിന്നെ 3 ചേച്ചിമാരാണല്ലോ, അപ്പോൾ അവരൊക്കെ എങ്ങനെ ജോഷുവയെ സ്വീകരിച്ചു? ചേച്ചിമാരുടെ ശരിക്കും കണ്ണിലുണ്ണിയാണ് ജോഷുവ. ജോഷുവ എന്ത് പറഞ്ഞാലും ചേച്ചിമാർ ചെയ്തു കൊടുക്കും, എന്ത് പറഞ്ഞാലും അപ്പോൾ ചെയ്തു കൊടുക്കും. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവർക്കും ജോഷുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും മിക്കവാറും വീട്ടിൽ എപ്പോഴും ഗസ്റ്റാണ്. ജോഷുവിനെ എല്ലാവരും കളിപ്പിക്കാൻ വരവല്ല. എല്ലാ ദിവസവും ആരെങ്കിലും ആയിട്ട് ജോഷുവിനെ കളിപ്പിക്കാൻ വരും. അങ്ങനെയാണ് ജോഷുവ ഭയങ്കര. ജോഷുവ എന്ന പേരിന്റെ അർത്ഥം എന്നാന്നറിയാവോ? ജോഷുവ എന്ന പേരിന്റെ അർത്ഥം യാവേ സേവ്സ് എന്നാണ്. ദൈവം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ യാവേ ഈസ് ജനറസ്. ദൈവം ഒത്തിരി ധാരാളിയാണ് നന്മകൾ തരാനായിട്ട്. മോനെ ജോഷുവ, നീ വേണം കേട്ടോ ഇവരെല്ലാവരും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനും ദൈവാനുഗ്രഹം മൊത്തം ഭൂമിയിൽ നിറച്ച് കൊടുക്കുവാനായിട്ട്. ചേച്ചി കണ്ടിന്യൂ ചെയ്തോളൂ. ജോഷുവാണ് ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം. ജോഷിയുടെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. അവൻ എപ്പോഴും പറയും, ജോഷു നമുക്ക് വലുതാക്കണ്ട, ഒരു കുപ്പിയിലിട്ട് അടിച്ചു വെക്കാം. അപ്പൊ അവരെ എപ്പോഴും കളിപ്പിക്കാമല്ലോ. വലുതാവൂലല്ലോ, അപ്പൊ എപ്പോഴും വന്ന് എല്ലാ ദിവസവും വന്ന് കളിപ്പിക്കാം. അതുകൊണ്ട് എല്ലാം ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ സന്തോഷം, ഇവന്റെ ചിരിയും അത്ര ഹാപ്പിയാണ് ഇവൻ. അപ്പൊ എല്ലാവരും വന്ന് ഇവനെ കളിപ്പിക്കുന്നു. അതേപോലെ ഞങ്ങൾ പുറത്തു കൊണ്ടുപോകുമ്പോഴും നാട്ടുകാർക്ക് എല്ലാവർക്കും ഇവനെ ഭയങ്കര ഹാപ്പിയായിട്ടാ ജോഷോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്. ഒരു ദിവസം പള്ളിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കും, എന്താണ് മോനെ കൊണ്ടുവന്നില്ല ഇന്ന് പള്ളിയില്? എല്ലാരും നോക്കിയിരിക്കാണ് ജോഷു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ കൂടെയാണ് ഇവൻ അങ്ങനെ കളിക്കും. അപ്പൊ ചില ദിവസങ്ങളിൽ പനി എന്തെങ്കിലും ഉള്ളപ്പോൾ കൊണ്ടുപോകില്ല. അപ്പൊ കുർബാനയുടെ ഇടക്ക് പതുക്കെ അടുത്തിരിക്കുന്ന അപ്പാപ്പനൊക്കെ ചോദിക്കും, മോനെ കൊണ്ടുവരാൻ എന്താണ്? അപ്പൊ അവരെ ചെന്നാലും ഇവൻ വെറുതെ ഇരിക്കൊന്നുമില്ല, എല്ലാരെയും ഇങ്ങനെ പതുക്കെ കളിപ്പിച്ചു. വീട്ടിൽ മാത്രമല്ല ജോഷ നാട്ടിലും താരമാണ്. അതെ, ഞാൻ ഒരു ആശ്രമത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ആശ്രമത്തിൽ സുപ്പീരിയർ ജോസച്ചൻ ഒരു 6-7 വർഷത്തോളം ഈ മെന്റലിയും ഫിസിക്കലിയും ചാലഞ്ചായിട്ടുള്ള ഡിഫറെൻറ്റ് ലേബിളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സ്കൂൾ നടത്തുമായിരുന്നു. അപ്പോൾ അച്ഛൻ തന്നെയാണ് സ്കൂളിലെ ഡ്രൈവറും പിയൂണും എല്ലാം. അച്ഛൻ രാവിലെ സ്കൂളിൽ വണ്ടി എടുത്ത് അടുത്തുള്ള വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളുള്ള വീടുകളിലൂടെയൊക്കെ പോയി അവിടെ 10-15 മിനിറ്റ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരെയും കയറ്റി വീണ്ടും കറങ്ങി തിരിഞ്ഞ് സ്കൂളിൽ വന്ന് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെ വീണ്ടും പിറക്കി അതിനിടയ്ക്ക് വല്ല പ്രശ്നം വരാണ് പിള്ളേരെ വീണ്ടും കൊണ്ടാക്കി. അച്ഛൻ പറയാണ് ഇത്രയും മനോഹരം. അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് കുറേ വർഷങ്ങളായി. അച്ഛൻ ഇത്രയും മനോഹരമായൊരു മിനിസ്ട്രി ഞാൻ വേറെ എങ്ങും ചെയ്തിട്ടില്ല. ഇത്ര സന്തോഷം തരുന്നൊരു മിനിസ്ട്രി. ആൻറ്റി ഇതുപോലെയുള്ള ഒത്തിരി ഫാമിലീസിനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു കൗൺസിലർ എന്ന നിലയിൽ കൂടി. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളവരും സന്തോഷിക്കുന്നവരും ശരിക്കും ദൈവിക പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പറ്റാത്തവരെ ആൻറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇതുപോലെ ടെൻഷൻ അടിക്കുന്നവർ ആൻറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. ആൻറ്റിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആൻറ്റി എങ്ങനെ നോക്കിക്കാണുന്നെന്ന്? എനിക്ക് തോന്നുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ഗർഭത്തിലുള്ള ഒരു കുഞ്ഞ്
ഇങ്ങനെ ഒരു വൈകല്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴത്തേന് ആദ്യം സ്വീകരിക്കേണ്ടത് അമ്മയാണ്, ഏറ്റവും ഫസ്റ്റായിട്ട്. ആ അമ്മ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പോസിറ്റീവ് വേവ്സ് അങ്ങോട്ട് വന്ന് ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റും, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സ്വീകരിക്കാൻ പറ്റും, എല്ലാവർക്കും സ്വീകരിക്കാം. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അമ്മ സ്വീകരിക്കുക എന്നുള്ള, അവരും പറയുന്നത് കേട്ട് അങ്ങ് വിഷമിക്കാതെ കൊണ്ട് അമ്മയുടെ മനസ്സിൽ ആ കുഞ്ഞിനെ ആയിരിക്കുന്ന അവസ്ഥയെ സ്വീകരിക്കണം. ആ ഒരു കൃപ കിട്ടിയാൽ ബാക്കി എല്ലാം വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു പ്രാവശ്യം ഒരു ഗർഭിണിയെ കൊണ്ടുവന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ അടുത്ത എന്തോ എന്നാൽ 5ാം മാസത്തിൽ എന്തോ ഒരു സ്കാൻ, ഏതാണ് അനോമാലി സ്കാനോ ഏതാണ് സ്കാൻ ചെയ്യാൻ പോവാണ്, ഫൈനൽ സ്കാൻ. അപ്പം അവരുടെ ആദ്യത്തെ കൊച്ച് എന്തോ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. അപ്പം രണ്ടാമത് ഗർഭം ധരിച്ചപ്പം തന്നെ ഭർത്താവും അമ്മയും എല്ലാവരും പറഞ്ഞു, ഇതുപോലെ ഒരു കൊച്ച് വീണ്ടും ജനിച്ചാൽ നമുക്ക് പാടാണ്. ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആദ്യത്തെ കുഞ്ഞ് അങ്ങനെയാണെങ്കിൽ വീണ്ടും എല്ലാ കുഞ്ഞുങ്ങളും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ നമ്മൾ നോക്കും? ഇതിനെ നോക്കാൻ തന്നെ പാടാം, അതുകൊണ്ട് ഇതിനെ അബോർട്ട് ചെയ്തേക്കാം. നല്ല ഭാഷയല്ലേ അബോർട്ട് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി കൊന്നേക്കാം എന്നുള്ളതിന് ഒരു വേറൊരു വാക്കാണല്ലോ, അബോർട്ട് ചെയ്തേക്കാന്ന്. അപ്പം ഈ കുഞ്ഞിൻ്റെ ഗർഭിണിയായ ഈ അമ്മയ്ക്ക് എന്നാലും ഇല്ല, ഈ കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, ഈ കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസത്തിൽ അത് നീട്ടി കൊണ്ടുപോയി. 5ാമത്തെ മാസത്തിൽ അനോമാലി സ്കാൻ നടത്തുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തൊട്ട് ഈ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങാനും ഈ കുഞ്ഞിന് ഈ പ്രശ്നം മൂത്തതിനെ പോലെ ഈ കുഞ്ഞും അതുപോലെ ആണെങ്കിൽ എന്നാ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഡിപ്രഷനും ഭയങ്കര വിഷമവും, അബോർഷൻ വേണം ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്ത വരേക്കും വന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരെ ആ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരോട് അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേന് പുള്ളിക്കാരത്തി പറഞ്ഞ ഇതാണ്, എനിക്കൊരു പേടിയാണ്, ഈ കുഞ്ഞിനും ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ സ്കാൻ കഴിയുമ്പോഴത്തേന് അബോർട്ട് ചെയ്താലോ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് ദൈവം അങ്ങനെയൊന്നും വരുത്തിയല്ല എന്നുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൽ ഇച്ചിരി ഒരു കോട്ടം തട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അവരോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ചപ്പോഴത്തേന് ഞാൻ അവരോട് ഇതാ പറഞ്ഞ്, മോളെ നീ ഇപ്പം ഈ കുഞ്ഞിനും ആ ഒരു ഇത് കാണുകയോ കാണുകയല്ലേ എന്നുള്ളത് അതിന് പ്രസക്തിയില്ല. നിൻ്റെ വയറ്റിൽ ദൈവം തന്ന ഒരു കുഞ്ഞാണ്, അത് നിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് അത് വൈകല്യം ഉണ്ടെങ്കിലും ഇല്ലേലും ഇറ്റ് ഈസ് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അല്ല ആൻറ്റി, ഇതിന് വൈകല്യം ഉണ്ടെങ്കിൽ അബോർട്ട് ചെയ്യുന്ന അല്ലേ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാ പ്രേരണ തന്നിട്ട് ഞാൻ പറഞ്ഞു, വൈകല്യം ഉണ്ടെങ്കിൽ അബോർട്ട് എന്നുള്ള വാക്ക് നമുക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. വൈകല്യം ഉണ്ടെങ്കിൽ കൊല്ലാം, ഇല്ലെങ്കിൽ നമുക്ക് അതിനെ പ്രസവിക്കാം എന്നുള്ളതാണല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞ് പുറത്തുണ്ട് വൈകല്യം ഉള്ളത്, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അത് വൈകല്യം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ, അപ്പം നീ അതിനെ ആദ്യം കൊല്ല്. ഇന്ന് ഞാനിത് പറഞ്ഞ ഉടനെ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുതിയിട്ട് എൻ്റെ നേരെ നോക്കി കുറേ നേരം രൂക്ഷമായിട്ടൊക്കെ നോക്കിയിട്ട് എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ചുമ്മാ നോക്കിയിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാവിട്ടങ്ങ് കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. പിന്നെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാൻ കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച കരഞ്ഞോട്ടെന്ന് വെച്ചു. കുറേ അങ്ങ് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞത് നീ നല്ലപോലെ ചിന്തിച്ച് നോക്ക്, രണ്ടും നിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഒന്ന് നിൻ്റെ വയറ്റിൽ ഒന്ന് പുറത്തുമാണ്. അപ്പം വയറ്റിൽ പുറത്തുള്ള കുഞ്ഞിന് വൈകല്യം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ട്, അപ്പം നീ ആദ്യം അതിനെ കൊല്ല്, അത് ഉറപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതല്ലേ ആദ്യം വന്നത്, പിന്നെ നീ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ കൊല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാ പ്രവർത്തിച്ച റിയലൈസേഷൻ വന്നു. കുറേ കരഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല ആൻറ്റി, ഇതിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വൈകല്യം ഉണ്ടെങ്കിലും ഈ സ്കാനിങ് കഴിയുമ്പോഴത്തേന് അത് മൂത്തവനെ പോലെ തന്നെയുള്ള കൊച്ചായാലും ശരി ഞാൻ സ്വീകരിക്കും. അതാണല്ലോ വിജയം. അമ്മ പക്ഷെ ഏറ്റവും കർത്താവിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ അവളത് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അനോമാലി സ്കാനിനകത്ത് അവർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഇതും കൂടെ ആയിരുന്നു. പക്ഷെ ഷീ ആക്സെപ്റ്റഡ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഹാൻഡിക്യാപ്ഡ് ചൈൽഡ്, ഇറ്റ് ഈസ് മൈ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പ്രസവിച്ചു. നല്ല അടിപൊളി ഒരു കൊച്ച്, ഒരു പ്രശ്നമില്ലാത്ത ഒരു നോർമൽ കൊച്ച്. ഞാൻ പറഞ്ഞത് അമ്മ സ്വീകരിക്കണം ആസ് ഇറ്റ് ഇസ്, ഏത് അവസ്ഥയിലായാലും. അല്ലാതെ വൈകല്യം ഉണ്ടെങ്കിൽ കളയാം, അല്ലെങ്കിൽ സ്വീകരിക്കാം എന്നുള്ളത്. മദേഴ്സ് അക്സെപ്റ്റൻസ് ഓഫ് ദ ചൈൽഡ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് കഴിയുമ്പോൾ അവളുടെ ഹസ്ബൻഡിനെ സ്വീകരിക്കാൻ എളുപ്പമായി. അവൾ എന്നോട് പറഞ്ഞു, അവളെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട്
എല്ലാവരും അങ്ങ് ഇതുപോലെ വൈദ്യശാസ്ത്രം തള്ളിയ പല കാര്യങ്ങളും തമ്പുരാനെ ഏറ്റെടുത്ത് മിറക്കിൾസ് ആക്കി മാറ്റിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടറിന് 6 മക്കളുണ്ട്. ഇപ്പോൾ അതിനകത്ത് 2 പേര് ട്വിൻസാണ്. അപ്പോൾ ഈ ട്വിൻസിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആള് ഡോക്ടർ തന്നെയാണ് നോക്കിക്കൊള്ളുന്ന. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഉറപ്പായിട്ട് ഒരു കുഞ്ഞിന് കാര്യമായ പ്രശ്നമുണ്ട്. ആ കുഞ്ഞിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, കൊന്നു കളഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ കൂടെയുള്ള മറ്റേ കുഞ്ഞിനും അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ പ്രശ്നമായി മാറും. അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞു, എനിക്ക് സയൻസൊക്കെ മനസ്സിലായി, മെഡിക്കൽ സയൻസൊക്കെ മനസ്സിലായി, എന്ത് സംഭവിച്ചാലും ദൈവം തന്ന സമ്മാനമാണ്, ഞാൻ യാതൊരു കാരണവശാലും കുഞ്ഞിനെ കൊല്ലത്തില്ല, അത് എൻ്റെ ജീവനും കൂടെയുള്ള കുഞ്ഞിനും പ്രശ്നമായാലും കൊല്ലത്തില്ലെന്ന് പറഞ്ഞു. അത് ദൈവം എനിക്ക് വേണ്ടി ക്രമീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കാര്യമായ പ്രശ്നത്തോടെ ആ കുഞ്ഞ് ജനിച്ച് പുറത്ത് വരത്തുള്ളൂ, വന്നാൽ തന്നെ ചത്ത് ജീവിക്കുക എന്നൊരു അവസ്ഥയിലേ ഉള്ളൂ. കുഞ്ഞ് 9 മാസം ശേഷം പുറത്ത് വന്നു. 2 കുഞ്ഞുങ്ങൾക്കും ഇന്ന് വരെ യാതൊരു കുഴപ്പമില്ല. 2 കുഞ്ഞുങ്ങളും ഫുള്ളി ഓക്കെ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊരു വളർച്ചക്കുറവോ 2 കുഞ്ഞുങ്ങൾക്കും ഇല്ല. ഇതെന്തോരം അനുഭവങ്ങൾ നമ്മൾ ദിവസം തന്നെ കേട്ടോണ്ടിരിക്കുന്നു. ഏഞ്ചൽസ് ആർമിയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിങ് ആണല്ലോ പ്രഗ്നൻസി വിങ്. വിങ് എന്ന് പറഞ്ഞാൽ ഉദരസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അമ്മ പ്രാർത്ഥനാ സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി 9 മാസവും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതിൽ പ്രഗ്നൻസി പീരീഡിൽ വേണ്ടുന്ന എല്ലാവിധ കൃപകളാലും അമ്മയും കുഞ്ഞും കുടുംബവും നിറയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിങ്ങാണ് പ്രഗ്നൻസി വിങ്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിമ്മിയായിരുന്നു ഇതിന്റെ ചെറിയൊരു ഇൻചാർജും കാര്യം. ഈ മാഗസീനിലൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്ക് വിളിക്കാനായിട്ട് നമ്പർ നിമ്മിയുടെ മൊബൈൽ നമ്പർ വെച്ചിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതേപോലെ കുറേ അനുഭവങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ നിമ്മയുടെ അടുത്ത് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വിളിച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടോ? ഞാനൊരു അനുഭവം ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഒരു അപ്പൻ വിളിച്ചതാണ്. ഭയങ്കര വിഷമത്തോടെയാണ് അപ്പൻ വിളിച്ചത്. ഭാര്യ പ്രസവിക്കാറെ അടുത്ത ആഴ്ച ഡേറ്റ് ആണ്. അവർ അവസാനത്തെ സ്കാൻ ചെയ്ത സമയത്ത് കുട്ടി ഡോഫാണെന്ന്, ഭയങ്കര കൈയും കാലും ഭയങ്കര നീട്ടക്കുറവാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞു 100% ആ കൊച്ച് എന്തായാലും ഡോഫായിരിക്കും. അങ്ങനെ ഡോഫായിട്ട് ജനിക്കാൻ പോണ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര വിഷമത്തോടെ വിളിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേ പേര് പ്രാർത്ഥിച്ചായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അപ്പം ഭയങ്കര സന്തോഷത്തോടെ വിളിച്ച, ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് തമ്പുരാൻ. ഇതിൻ്റെ ഞാൻ വിചാരിക്കുന്ന ഒരു മറുവശം കൂടി, വേറൊരു ഭാഗം കൂടി ഉണ്ട്. ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും സമൂഹം ചിന്തിക്കുന്നുണ്ട് ഒരു കേഴ്സായിട്ട് അല്ലെങ്കിൽ ശാപമായിട്ടൊക്കെ. ചിലപ്പോൾ ആത്മീയതയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയൊക്കെ. ഞാൻ ഒരിക്കലും ഒരു സുഹൃത്തുമായിട്ട്, ആത്മീയതയൊക്കെ നിലനിൽക്കുന്ന ഒരു സുഹൃത്തുമായിട്ട് ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്നൊരു വീടാണ്. ആ വീട്ടിൽ 2 മക്കളാണുള്ളത്. എന്താ ഇളയ പെൺകുട്ടിക്ക് ഇച്ചിരി ബുദ്ധിവികാസം കുറവുള്ള കുട്ടി. പക്ഷെ അവർ നോർമൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അവരെ ആ വീട്ടുകാരെങ്ങനെ ഡെസ്പാണോ ബുദ്ധിമുട്ടിലാണോ എന്നൊക്കെ വിചാരിച്ച് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഡയലോഗുകൾ. തമ്പുരാൻ നൽകുന്ന ഈ കുഞ്ഞ് വലിയ അനുഗ്രഹമായി തീരും, തമ്പുരാനെ ഓർത്ത് നമ്മൾ സ്വീകരിക്കണം, അവസാനം വരെ ഏറ്റവും മനോഹരമായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകണം, ഒരിക്കലും നിരാശപ്പെടുത്തൊക്കെ ഭയങ്കര വമ്പൻ ഡയലോഗുകൾ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീട്ടിലിരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവരുടെ മനോഭാവം എന്നാണ്. ഈ ചേട്ടൻ കൊച്ചിൻ്റെ അപ്പം തിരിച്ചു പറയാണ്, എൻ്റെ പൊന്ന് സഹോദര, ഈ കുഞ്ഞ് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, ഞങ്ങൾക്ക് ഇവള് വന്നതോടെയാണ് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയം ഉണ്ടാവാൻ തുടങ്ങിയത്, കർത്താവിൻ്റെ അനുഗ്രഹം പറയാൻ തുടങ്ങിയത്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ബ്ലെസ്സിങ്ങാണ്, ഒരു കേഴ്സേ അല്ല. ഇവള് ഞങ്ങളുടെ ചക്കരക്കുട്ട ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് തുടങ്ങിയത് ഞങ്ങളുടെ ബിസിനസ്സിലൊക്കെ ആയി. ഇവള് വീട്ടിലുള്ളപ്പോൾ കാര്യങ്ങൾ ഇവള് പുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കും. ഇപ്പോൾ 6 7 ആയി പുറത്തൂടെ ഇറങ്ങി നടന്ന് ജോലിക്കാരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇവർ പോലും ജോലിക്കാരെന്ന് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ജോലിക്ക് വന്നേക്കുന്ന ആൾക്കാർ പോയി സംസാരിക്കുക, പറമ്പിൽ പോയി കൃഷി കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക, ഈ കിളികളോടും പക്ഷികളോടൊക്കെ. ഇവള് പറയും ഇവള് വീട്ടിലുണ്ടെങ്കിൽ ലൈവ്, സ്കൂൾ അവധി ദിവസമാണെങ്കിൽ ഇവള് വീട് മുഴുവൻ ആഘോഷമാക്കുന്നു. റിയലി ഒരു ബ്ലെസ്സിങ്ങിൻ്റെ അനുഭവം. നമുക്ക് അങ്ങനെ ജോഷയുടെ കാര്യത്തിൽ വീട് മുഴുവൻ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ അനുഭവം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും വെച്ചാൽ കാര്യം എനിക്കിത് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്നതേ, ഇവൻ വന്നതിന് ശേഷം ഒരു വലിയ സന്തോഷമാണ് വീട്ടിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഒത്തിരി ടയേർഡായിട്ട് ടെൻഷനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോൾ ജോഷുവിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. ആ ഒരു ടയേർഡ് ഫീലിംഗ് അങ്ങോട്ട് മാറിയിട്ട്
പിന്നെ അപ്പച്ചൻ്റെ പെറ്റാണ് ഇവൻ, എൻ്റെ അപ്പച്ചൻ്റെ. അപ്പോൾ അപ്പച്ചൻ വന്നിട്ട് ഇങ്ങനെ എടാ ജോഷുവ വിളിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഇവൻ വരുമ്പോൾ അപ്പച്ചാന്ന് അവൻ കുറേ കാറ് വേണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചൻ കടയിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരും, കൊടുക്കും. ഭയങ്കര കളിയാണ് അപ്പച്ചനായിട്ട്. അപ്പോൾ ആ ടെൻഷൻ റിലീസ് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ശരിക്കും ഇത്രയ്ക്കും അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ മൊത്തം ഒരു ഓളം വീട്ടിൽ വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അതേപോലെ ഇവനായിട്ടുള്ള ഞങ്ങളുടെ യാത്രയിലൊക്കെ ശരിക്കും അച്ഛനീ പറഞ്ഞപ്പോഴൊക്കെ പലവരും എൻ്റെ അടുത്തും ഇതേപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇത്രയ്ക്കും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അത് വലിയൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും തകർന്നു പോകുന്ന ചോദ്യമാണ് അത്. ശരിക്കും ആത്മീയതയിൽ വളർന്ന ചില വ്യക്തികൾ പോലും ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു 100%. പക്ഷെ ഇപ്പോഴും ചിലവർ ഇപ്പോഴും ഈ കഴിഞ്ഞ നാളുകളിൽ പോലും ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടും പറഞ്ഞതും, ജോസേ അത് ജോസിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ജോസൊക്കെ നിങ്ങൾ രണ്ടിനും കൂടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ എന്തോ ഒരു പ്രാർത്ഥനക്കുറവ് കൊണ്ട് വന്ന ഒരു നിങ്ങൾ ഈ കുഞ്ഞിന്റെ വരവിന്റെ സമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു നന്നായിട്ട്? അച്ഛാ ശരിക്കും വളരെ ശരിക്കും ഇതിനൊക്കെ ഞങ്ങൾ ഈ കടന്നുപോയ വഴികളിലൊക്കെ ഞങ്ങൾക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇവൻ വരുന്നതിന് മുമ്പാണെങ്കിലും ഇവൻ ഉദരത്തിലായിരിക്കുമ്പോഴും എല്ലാ ദിവസവും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥന, കുഞ്ഞിനോട് സംസാരം, പ്രാർത്ഥന. ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കുർബാനക്ക് പോവും. ഇവിടെ ആ സമയത്ത് ധ്യാനത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവൻ പുറത്തു വന്ന് ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം സിസേറിയനായിരുന്നു. ഇപ്പോൾ 4ാമത്തെ ഇവനും സിസേറിയനിലൂടെ തന്നെ പോയത്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾക്കിങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല, ഇവനെ കൊണ്ട് എവിടെ ഓടേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം ശരിക്കും ഈ സമയത്തൊക്കെ ഇവർക്ക് നല്ല റെസ്റ്റ് ആവശ്യമുള്ള സമയവും ഒക്കെയാണ്. ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് രാത്രി 3 മണിയാകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് രാത്രി വെളുപ്പിന് 3 മണിക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പറയും, നീ കട്ടിലെ തന്നെ കിടന്നോ. കാരണം ആ സമയത്തൊക്കെ ഈ സിസേറിയനായതുകൊണ്ട് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പറ്റില്ല. അപ്പോൾ ഞാൻ പറയും നീ കട്ടിലേ കിടന്നോ, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവള് നിർബന്ധം പറയും, ഇല്ല ഞാൻ എഴുന്നേറ്റ് വരാം. അങ്ങനെ ഞാനൊരു കയ്യിൽ ഇവളെ ചേർത്ത് പിടിക്കും. എന്നിട്ട് അപ്പോൾ ഇവള് മറ്റേ കൈ കൊണ്ട് ഇവളുടെ വയറ്റിലിങ്ങനെ താങ്ങി പിടിക്കും. കാര്യം വേദന ഉണ്ട്. അങ്ങനെ പതുക്കെ നടന്ന് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ വരും. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുട്ടുമേ വീഴും. മുട്ടുമേ നിന്ന് 2 കരവും വിരിച്ച് കരണക്കൊന്ത് ചെല്ലും. കർത്താവേ നീ ഈ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കാൻ നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. കാര്യം ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ ശരിയാക്കി എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കരം കോർത്തു പിടിച്ച് ഒരു തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ 3 മണിക്ക് എഴുന്നേറ്റ് കരണക്കൊന്ത് ചെല്ലും. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഞങ്ങളെ കറക്റ്റ് ഗൈഡ് ചെയ്തു. കാര്യം എനിക്കറിയാം ഇത് കൃത്യമായിട്ടൊരു ഹോസ്പിറ്റലിലോ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കുളമായി പോകും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് പല സ്ഥലങ്ങളിലും പല ഡോക്ടർമാരുടെ അടുത്തുകൂടെയൊക്കെ സഞ്ചരിച്ചു. പല ഓർത്തോ ഡോക്ടർമാരെയും കണ്ടു. അപ്പോൾ കണ്ട ചില ഡോക്ടർമാരൊക്കെ വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പലവരും സംസാരിച്ചിട്ടുണ്ട്. ഇത് കുറെ അധികം ഇതിലൂടെയൊക്കെ പോകണം, എന്നാൽ ഇവൻ നടക്കാൻ പ്രയാസമാണ്, സാധാരണ കൊച്ചു നടക്കുന്നത് പോലെ നടക്കില്ല, അവൻ നടക്കുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു കുട്ടി നടക്കുന്ന പോലെ ഇവൻ നടക്കാൻ പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് വേണം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. അങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഏഞ്ചൽസ് ആർമിയുടെ ആനിമേറ്റർ അച്ഛനായ എബ്രഹാം പള്ളിവാതിക്കൽ അച്ഛൻ പറഞ്ഞത് വെച്ചുകൊണ്ട് ഞങ്ങളൊരു ഡോക്ടറെ പോയി കണ്ടു. ഒരു ഡോക്ടർ ടോം എന്നല്ലേ, ഡോക്ടർ ടോം. ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടറും വേറൊരു ഡോക്ടറും കൂടി 2 ഡോക്ടർമാരും കൂടി ഇവനെ ഒന്ന് കണ്ടിട്ടും പറഞ്ഞു, നിങ്ങൾ ഇവനെ ഇവിടെ എങ്ങും ചികിത്സിക്കണ്ട, നേരെ നിങ്ങൾ മംഗലാപുരം മണിപ്പാൽ KMC ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ ജനിച്ചൊരു 15 ദിവസങ്ങളുള്ളപ്പോൾ ഞങ്ങൾ മണിപ്പാൽ യാത്ര. അവിടെ ചെന്നത് ശരിക്കും തമ്പുരാൻ ഞങ്ങളെ നയിക്കുകയായിരുന്നു. ഞങ്ങൾ വേറൊരു ലോകം കണ്ടു അവിടെ. ഇതേപോലെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സ്ഥലമാണിത്. അവിടെ ഒരു പീഡിയാട്രിക് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ എല്ലാം ക്രമീകരിച്ചു എന്നല്ലേ പോണ യാത്രയും അവിടെ ചെന്നുള്ള എല്ലാ കാര്യങ്ങളും തമ്പുരാൻ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഒരു സീരിയൽ ഒരു 25-27 പ്രാവശ്യമായി ഞങ്ങൾ മണിപ്പാൽ യാത്ര. ജോഷുവ ബൈബിളിൽ ശരിക്കും യാത്രയുടെ ആളാണ്. പഴയ നിയമത്തിൽ ജോഷുവ ആരാണ്? പഴയ നിയമത്തിൽ ജോഷുവ
ജനത്തെ മുഴുവൻ വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനത്തെ മുഴുവൻ നയിക്കുന്നവനാണ്. ഈ യാത്ര മുഴുവൻ ഉണ്ടല്ലോ, കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യാത്ര മുഴുവൻ സ്വർഗത്തിലേക്കുള്ള യാത്രകളാണ്. കാരണം ജോഷുവ വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനത്തെ മുഴുവൻ കൈപിടിച്ച് കൊണ്ടുപോയവനാണ്. അവൻ നടന്നുപോയ വഴികളിലൂടെ നടന്നു പോയപ്പോഴത്തേക്കാണ് കോട്ടകൾ ഇടിഞ്ഞു വീണത്, കർത്താവിനെതിരെ നിന്ന ജനതകൾ താഴ്ന്നു പോയത്. ഇതാണ് ബൈബിളിൽ പറഞ്ഞ ഇടുങ്ങിയ വഴി. നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ ഇടുങ്ങിയ വഴിയുടെ യാത്ര വേണ്ടി തിരുവചനം പറയുന്നതാണ്. എൻ്റെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, എന്നെ കോളേജിൽ പഠിപ്പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് ചെറുപ്പകാലം മുതൽ ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചില സമയത്ത് ഭയങ്കര കൂടുതലാവും, ചില സമയത്ത് നോർമലാവും. അപ്പോൾ ഈ സാറിൻ്റെ ലോകം വീടും കുഞ്ഞും ഒക്കെയാണ്. സാറ് കൂട്ടുകാരോടെ കറങ്ങാനോ അല്ലെങ്കിൽ കോളേജിൽ അടിപൊളി പ്രോഗ്രാം, ചില സമയത്ത് എല്ലാത്തിനും നടുക്ക് നിൽക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് വിളി വരുന്നത്. സാറ് തന്നെ കുഞ്ഞിനെ ചെറുപ്പകാലം മുതൽ സ്കൂളിൽ കൊണ്ടുപോകുന്നു. ഇപ്പോൾ കുഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുക, ഇപ്പോഴും സാറ് തന്നെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇത്ര മനോഹരമായിട്ടാണ്. ഇതാണ് ഇടുങ്ങിയ വഴി. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ തിരുവചനം പറയുന്നതല്ലേ, തിരുവചനം 1 കൊരിന്തോസ് 1:27 തിരുവചനം, ലോകദൃഷ്ടിയിൽ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷന്മാരെയും ശക്തരായവരെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ബലഹീനരായവരെയും തിരഞ്ഞെടുത്തു. മാനുഷികമായിട്ട് നോക്കുമ്പോൾ കുറവുകളെന്നൊക്കെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ലോകം തള്ളിക്കറിയുന്നവരൊക്കെ ദൈവം എത്ര മനോഹരമായിട്ട് ഉയർത്തുന്നത്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും പല പ്രാവശ്യം കണ്ടല്ലോ നിക്കിൻ്റെ വീഡിയോ ഒക്കെ, കയ്യും കാലും ഒന്നുമില്ലാതെ ഇറച്ചിത്തുണ്ടം മാത്രമായിട്ട് ജനിച്ചു വീണൊരു കുഞ്ഞ്. എനിക്കൊരു മാതാപിതാക്കളൊക്കെ അവനെ ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ അനേകം യുവജനങ്ങളെ ദൈവമഹത്വത്തെപ്പറ്റി പറഞ്ഞ് അതിശയിപ്പിക്കുന്ന മഹാനായി തീർന്നു. എത്രയോ ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സിസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ. ഇതുപോലെ വഴിയോരങ്ങളിലോ തെരുവോരങ്ങളിലോ ആശുപത്രി വരാന്തകളിലോ ഒക്കെ കളഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളെ, ഉപേക്ഷിച്ച് പോകുന്നവരെ എടുത്ത് സ്വന്തം മക്കളാക്കി നോക്കി വളർത്തുന്ന വിശുദ്ധരായ കർത്താവിൻ്റെ കന്യകമാർ. നന്ദിയോടെ അവരെ ഈ നിമിഷം ഓർക്കുകയാണ്, ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദിയോടെ. കാരണം പലപ്പോഴും മാതാപിതാക്കളൊക്കെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ അവർ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സൗകര്യക്കുറവുകൊണ്ടൊക്കെയാണ് ഉപേക്ഷിക്കുന്നത്. ഈ ഒരു കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടുന്നിടത്താണ് പാവപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ 100-ലധികം കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ നോക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് ഈ നിമിഷം ഓർക്കുകയും അഭിമാനത്തോടെ ആദരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനത്തോടെ ആദരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും നമ്മൾ കാണുന്നവരിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന തലമുറ ഇതുപോലെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവും. ഇവരെ എങ്ങനെ സ്വീകരിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ കുറച്ചു നേരം ചർച്ച ചെയ്തതും നമ്മൾ ഇവരുടെ അനുഭവത്തിലൂടെ കണ്ടതും ആൻറ്റിയുടെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കപ്പെട്ടതും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തലമുറയെ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകരെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കട്ടെ. ചേർന്ന് നിന്നിട്ട് പ്രത്യേകിച്ച് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിലുള്ളവരെ കൂടി ഓർത്തുകൊണ്ടാണ്. ദമ്പതിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് നിന്ന് കരങ്ങളൊക്കെ കോർത്ത് പിടിച്ച്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നടുക്കോട്ടൊക്കെ നിർത്തി ഒന്ന് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ഓ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തമ്പുരാനെ, ഏതെങ്കിലും ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടുള്ള മക്കളുള്ള കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അതിൻ്റെ പേരിൽ നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ തമ്പുരാനെ, ഈ സമയം നീ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി, സൗഖ്യത്തിൻ്റെ കരം നീട്ടി അവരുടെ ഹൃദയങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. കുടുംബങ്ങളിലേക്ക് നീ കടന്നു ചെന്ന് നീ ആശ്വാസത്തിന് തൈലം പുരട്ടണമേ. ഏതെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളൊക്കെ തമ്പുരാനെ, കുഞ്ഞുങ്ങൾ ശാരീരികമോ മാനസികമോ വൈകല്യങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ അബോർഷന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, നിന്റെ നാമത്തിൽ അവർക്ക് ഹൃദയത്തിന് ആശ്വാസം കൊടുക്കണമെന്നും അവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമെന്നും കരുണ കാണിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾ അവരുടെ ഉദരത്തിൽ ഏതെങ്കിലും ശാരീരികമോ മാനസികമോ ആയ കുഞ്ഞുങ്ങളെ പേറുന്നുണ്ടെങ്കിൽ, അവരുടെ സ്കാനിങ്ങിലൊക്കെ ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് വിട്ടുകൊടുക്കാതെ തമ്പുരാനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലുവാനൊക്കെ തീരുമാനിച്ചവരുണ്ടെങ്കിൽ തമ്പുരാനെ, ഈ നിമിഷം നീ അത്ഭുതത്തിൻ്റെ കരം നീട്ടണമേ, ആശ്വാസത്തിൻ്റെ കരം നീട്ടണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മേ, ഈ ശക്തമായിട്ട് സ്വർഗത്തിലിരുന്ന് ഈ സഹോദരിമാർക്കും കുടുംബങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, നീയാണല്ലോ ഒരു സ്ത്രീ കടന്നു പോകാവുന്ന എല്ലാ കഷ്ടതകളിലൂടെയും, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലെ എല്ലാ അരക്ഷിതാവസ്ഥകളിലൂടെയും കടന്നുപോയവൾ. അതിനെ തരണം ചെയ്ത അമ്മേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു തരണം ചെയ്ത അമ്മേ, ഈ കുടുംബങ്ങളെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. സ്വർഗം മുഴുവനെ, പ്രത്യേകിച്ച് ഔസേപ്പിതാവേ, നീ ഈ കുടുംബങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജോഷുവ, വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.